ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗോട്ട് കറിയാണ്. അപ്പോൾ നല്ല ഒന്നാന്തരം ഗോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിലോട്ടാണ് നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇപ്പോൾ കുക്കറിൻ്റെ അകത്തോട്ട് സാധനം എല്ലാം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാല ഇട്ടിട്ട് നമ്മളിത് ഒരു 3 സീറ്റ് അടിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് മസാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി എനിക്ക് ഇച്ചിരി ഒരു അധികം വേണം. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, കുരുമുളക് ഇട്ടു, ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ടു, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ ഇടുന്നതല്ല. പിന്നെ നമുക്കിടാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ കുറച്ച് ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് അതാകുമ്പോൾ ഇച്ചിരി ഒരു പുളിപ്പിനൊരു പിഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കണം. ഇത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഇച്ചിരി എല്ലുള്ളതാണ്. അപ്പോൾ അതിന് ഇച്ചിരി ടേസ്റ്റ് കൂടും. അതെല്ലാം ഇങ്ങനെ നല്ലതായിട്ടങ്ങ് ഇളക്കും. ഒരു സാധനം നമ്മൾ ഇടാൻ പറഞ്ഞു, അതാണ് മെയിൻ സാധനം. അതായത് ഉപ്പിട്ടില്ല. അപ്പം കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടു ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഗോട്ടിറച്ചിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ വേറെ നമുക്കൊരു ഫ്രണ്ടിനൊരു ഷോപ്പുണ്ട്. ഇപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞ് വരുത്തിച്ചതാണ്. എപ്പോഴൊന്നും കിട്ടത്തില്ല, ഉള്ളപ്പം പുള്ളി കൊണ്ട് തരും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 3 സീറ്റി അടിക്കണം. ഞാൻ ഇതിൻ്റെ അകത്തോട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് കുറച്ച് നേരം വെന്ത് കഴിയുമ്പോഴത്തേന് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി ഇപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 സീറ്റി അടിക്കണം. അപ്പോഴത്തേന് നമുക്ക് ഇനിയിപ്പം ഒരു കടായി എടുത്തിട്ട് കുറച്ച് ഇനിയിപ്പോൾ ഇതിനുള്ള ഗ്രേവിക്കുള്ള കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കടായി എടുത്ത് അതിലേക്ക് പോവാം. അടുത്തായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയുള്ള കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കറിക്ക് വേണ്ടി ഞാനാണ് കടായി വെച്ചിട്ടുണ്ട്. അപ്പം കടായി ചൂടായിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെയാണ് ഇങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഇവിടെ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ടേ ഇതിങ്ങനെ കട്ടിയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇടുക. ഇതാണ് ഇവിടുത്തെ ഗ്രേറ്റ് വാല്യൂ എന്ന് പറഞ്ഞ കോക്കനട്ട് ഓയിൽ. ഇതാണ് ഞാൻ സാധനം യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് കോസ്കോയിൽ നിന്ന് കിട്ടുന്ന സൂപ്പർ സ്റ്റോർ അങ്ങനെയുള്ള ഇതിലൊക്കെ കിട്ടും വെളിച്ചെണ്ണ. അപ്പോൾ ഇതിങ്ങനെ പൊതുവേ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കും. നമ്മൾ പിന്നെ അത് മെൽറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മളാണെങ്കിൽ എന്തോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ചെറുള്ളിയാണ്. കുഞ്ഞുള്ളി, സവാള, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ പിന്നെ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതോടൊപ്പം തന്നെ ഇവിടെ ആണെങ്കിൽ നമ്മൾ കുക്കറിൽ നമ്മൾ ഗോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഒരു 3 വിസിലായി കഴിയുമ്പോഴത്തേന് നമുക്കത് ഓഫ് ചെയ്യണം. അപ്പോഴത്തേനാണെങ്കിൽ ഇതൊന്ന് ചൂടായി സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം എന്താ ഇടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുള്ളി ഇടും. അപ്പോൾ ചെറുള്ളി ഇട്ട് നമ്മളൊന്ന് സെറ്റാക്കി വഴറ്റിയെടുക്കണം. സവാള, അപ്പം തന്നെ നമ്മുടെ അപ്പുറത്തന്നെ ഞാൻ നമ്മുടെ ഗോട്ട് കുക്കറി വെച്ചിട്ടുണ്ട്, അത് റെഡി ആവുന്നുണ്ട്. അപ്പം എനിക്കറിയത്തില്ല എത്ര സീറ്റ് വേണമെന്ന്. ഞാനൊരു 4 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സവാള എല്ലാം ഇട്ടൊന്ന് സവാളയും കൊച്ചുള്ളി ചെറുള്ളിയും കൂടി ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് പെട്ടെന്നാവാൻ വേണ്ടി അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പിടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മറ്റേ ഗോട്ടിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തും കൂടെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ ഉപ്പ് ചുവയ്ക്കും. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇനിയിപ്പം കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി ഇടുക, മുളക്, പച്ചമുളക്,
വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്, ചൂടാവാറുണ്ട്. ഒന്ന് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വേണം നമുക്ക് ഇതിലോട്ട് പൊടികളിടാൻ വേണ്ടി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് കരിഞ്ഞു പോകല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഉള്ളിയെല്ലാം ഒരു ബ്രൗൺ കളറിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇനി പൊടികളിടാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളാണെങ്കിൽ ഇതിൻ്റെ സിമ്മയിലാക്കണം, അല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നു, മഞ്ഞൾ പൊടി ഇടുന്നു, മല്ലിപ്പൊടി ഇടുന്നു, ഗരം മസാല ഇടുന്നു. ഇതെല്ലാം എൻ്റെ ഒരു അളവിനാണ് ഇടുന്നത്. ചില സമയത്ത് പാളാറുണ്ട്, പക്ഷേ പൊതുവെ അങ്ങനെ പാളാറില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന്, ഇപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളെപ്പോഴും ഗ്യാസ് നമ്മൾ സിമ്മയിലിടണം, അല്ലെങ്കിൽ ഈ മസാല മൊത്തം കരിഞ്ഞു പോകും. ഇത് നല്ല മണമുണ്ട്, നല്ല കിടിലം മണമുണ്ട്. ആ സമയം ആയപ്പോഴത്തേന് മറ്റേ ഈ ഗോട്ട് നമ്മൾ ആ കുക്കറി വെച്ചില്ല, അത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനത് 5 സീറ്റിയാണ് അടിച്ചേക്കുന്നത്. ഇനി നമുക്കത് വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയിട്ട് പിന്നെ നമുക്കത് ഒരു 2 സീറ്റ് കൂടെ അടിപ്പിക്കാം. ഇതെല്ലാം ഇനി നല്ലതായിട്ട് ആ ഒരു ഇതിലെ ഒരു പച്ചമണമെല്ലാം മാറി ഇതെല്ലാം ഒന്നായിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ഇനിയും തക്കാളി ഇടണം. ഞാൻ തക്കാളി മാത്രമേ ഇടാറുള്ളൂ. കാരണം ചിലവരൊക്കെ ആണെങ്കിൽ തക്കാളി ഇടും, പിന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീഫ് ഇടും, പിന്നെ ആണെങ്കിൽ കരിയാപ്പ ഇടും. ഞാനാണെങ്കിൽ ഇത് ഒന്ന് മസാല എല്ലാം ഒന്ന് ആയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഒരു തക്കാളി ഇടും. അപ്പം നമ്മളിങ്ങനെ ഇണക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം മസാല എല്ലാം കൂടെ കരിഞ്ഞു പോകും. ഇപ്പം മസാല എല്ലാം ഒന്ന് നല്ലതായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക്, ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് ഇതിലോട്ട് ഇടുന്നത്. ഒരു തക്കാളി നമുക്കിടാം. അതേ സമയത്ത് തന്നെ നമുക്ക് അപ്പുറത്ത് എന്താ ഇതാണെങ്കിൽ നല്ല കൂട്ടുകറി നല്ല സെറ്റായിട്ട് എല്ലോട് കൂടി ഉള്ളതാണ് ഉണ്ടോ. അപ്പോൾ ഇനിയിപ്പം ഇതൊന്ന് നമ്മൾ ഈ തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് ആയതിനു ശേഷം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം, നല്ലതായിട്ട് ഇളക്കണം. അപ്പോൾ എന്നാലേ മാത്രമേ ഉള്ളൂ ആ മസാല എല്ലാം ഈ തക്കാളിയിലോട്ടൊന്ന് ചേരുമ്പോഴേ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. എനിക്കിപ്പോൾ എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല. ഇന്നിപ്പം ശനിയാഴ്ചയാണ്, ഞാൻ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലാത്തപ്പോൾ നമ്മൾ എന്തായാലും ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കും. ഇതെല്ലാം ഒരു മസാലയെല്ലാം ഈ തക്കാളിയിലൊന്ന് ചേരണം. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ചൂടൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഈ തക്കാളി മസാലയൊക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കും. ചൂടുവെള്ളമാണ് ഞാൻ സാധനം ഒഴിക്കുന്നത്. അപ്പോൾ ഈ തക്കാളി ഒന്ന് നല്ലതായിട്ടൊന്ന് വേവാൻ വേണ്ടി അപ്പോൾ അതിലോട്ട് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ചൂടൊന്ന് കൂട്ടിയിട്ട് കൊടുക്കണം. കൂട്ടിയിട്ട് കൊടുത്ത് ഒന്ന് ശരിക്കൊന്നാവുമ്പോൾ പിന്നെ നമുക്കതൊന്ന് സിമ്മയിലാക്കിയിട്ട്, അതായത് അല്ലെങ്കിൽ മീഡിയത്തിലോട്ടാക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഈ കറി, അതായത് നമ്മൾ കുക്കറി വെച്ചേക്കുന്ന ആ ഗോട്ട് നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ, നല്ല കിടിലം മണം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയല്ല, നല്ല കിടിലം മണം. കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. നല്ല നെയ്യുണ്ടോ ആകുമ്പോഴത്തേന് നമുക്ക് ഇനി അതൊന്ന് മിക്സാക്കി ഇപ്പോഴത്തേന് നമ്മുടെ പരിപാടിയെല്ലാം കഴിയും. അപ്പോൾ ഏകദേശം അതൊന്ന് സെറ്റായിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് തീ ഒന്ന് കുറയ്ക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയിപ്പം നമ്മൾ കണ്ട ഈ ഗ്രേവി ഒഴിക്കുകയാണ്. നല്ല ഗ്രേവിയല്ല, നമ്മൾ ആ നല്ല എല്ലോട് കൂടിയ കഷ്ണമാണ്. ചോറ് ഓൾറെഡി ഞാൻ ഇന്നലെ വെച്ച ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട്
നല്ല കളറായതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്, ഉപ്പ് കുറവാണോന്നൊന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇടണം. നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് വെച്ചാൽ ഞാൻ ചോദിച്ചാൽ മറ്റേ നമ്മൾ രണ്ടിൻ്റെ അകത്ത് ഉപ്പ് ഇടുമ്പോഴത്തേക്ക് കൂടിപ്പോകുന്നു, പക്ഷേ ഉപ്പില്ല. ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം. കിടിലം ഇതല്ലേ, കളറ് കണ്ടോ? ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തീ കൂട്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളിപ്പം കുറച്ച് നേരം ഇത് നമ്മളൊന്ന് ചൂടാക്കാൻ വെച്ചു. നല്ല സെറ്റപ്പായിട്ട് കഷ്ണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറും കൂട്ടി ഒരു അടി അടിക്കാം. നല്ല സെറ്റ് ഉണ്ടാകും എല്ലാം. ഗ്രേവിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിതൊരു ചൂട് കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഈ മസാലയെല്ലാം നല്ലതായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചോറും കൂട്ടി ഒരു അടി അടിക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ചോറിലോട്ട് ഗ്രേവി ഒഴിച്ച് ഇങ്ങനെ കുറച്ചങ്ങോട്ട് ഇതെടുത്തിട്ട് ചൂടാ നല്ല ഇതൊക്കെ കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. നല്ല പഞ്ഞി കൂട്ട് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണ ഇവിടെ മേടിക്കുന്ന പാർബോയിൽഡ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ പാർബോയിൽഡ് അല്ല, നമ്മുടെ അവിടുത്തെ മട്ടയരി കിട്ടും. ഇവിടെയാണ് ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ മട്ടയരി കിട്ടും. ഇതിങ്ങനെ കുറച്ച് ഗ്രേവിയും ചോറും കൂടെ എടുത്ത് കുറച്ച് ഗ്രേവി എടുത്ത് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് ഡൗട്ടുണ്ട്. എന്നാലും സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോറ് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കഞ്ഞിക്ക് വേണ്ടി വെച്ചാൽ, അപ്പോൾ അത് വെള്ളം ഊറ്റിയിട്ട് കഞ്ഞിവെള്ളം ഊറ്റിയിട്ടാണ് എടുത്തത്. അപ്പം ഇച്ചിരി ഒരു വെള്ളമയം കൂട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ വെള്ളമയം കൂട്ടുള്ള ഇച്ചിരി ഇഷ്ടമാണ്. വാ സൂപ്പർ. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ കാണും. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടമ്പോഴേക്ക്